അസ്സലാമു അലൈക്കും. എനിക്കിന്നിവിടെ ഒരു 4 കിലോ ബീഫ് ബിരിയാണിക്കുള്ളൊരു ഓർഡർ കിട്ടിയിട്ടുണ്ട്. ഞാൻ ഇങ്ങനെ വെക്കൽ തുടങ്ങിയിട്ട് ഇപ്പോൾ 2 വർഷമായി. പക്ഷെ എനിക്ക് ഇപ്പോൾ യൂട്യൂബിലിടണമെന്നൊരാഗ്രഹം വന്നപ്പോൾ അങ്ങനെ ചെയ്യാണ് കേട്ടോ. അപ്പോൾ ആദ്യമായിട്ടാണ്. എന്തെങ്കിലുമൊക്കെ തെറ്റുകളുണ്ടെങ്കിൽ ക്ഷമിച്ച് തരിക. തുടക്കം ഫസ്റ്റത്തെ ഒരു വീഡിയോ ആണ്. പിന്നെ അപ്പോൾ നമുക്ക് തുടങ്ങാം. ഞാൻ ചെമ്പ് വെച്ചു. ചെമ്പിൽ സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് അതിൽ ഉള്ളിയിട്ട് അത് വാട്ടി അത് വാടി വരാൻ ഉള്ള സമയം എടുക്കട്ടെ കേട്ടോ. ഇപ്പം ഞാനേക്ക് പച്ചമുളക് ചതച്ചത്, പിന്നെ അതിൻ്റെ അളവ് ഞാനിപ്പോൾ പറയണില്ല കേട്ടോ. ഇനി അടുത്ത വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. വെളുത്തുള്ളി ചതച്ചത്, ഇഞ്ചി ചതച്ചത്, ഇതൊക്കെ ഇട്ട് ഞാൻ ഫസ്റ്റ് ഉള്ളി ഇട്ടപ്പോൾ ഞാൻ ഉപ്പിട്ടീന് കേട്ടോ. അത് പറയാൻ പറഞ്ഞു, കല്ലുപ്പിട്ടീന്. അപ്പം ഇനി അതൊക്കെ വാടി വന്നിട്ട് നല്ലപോലെ വാടണം. അതിൻ്റെ പച്ചമണം മാറിയിട്ട് നമുക്ക് പിന്നെ എന്താണെന്നറിയോ, പറയാൻ ഒരു തടസ്സമാണ് പെട്ടെന്ന് ആദ്യമായിട്ടായതുകൊണ്ടേ അതാട്ടോ. ഞാൻ വെച്ച് കൊടുക്കൽ തുടങ്ങിയിട്ടൊക്കെ 2 വർഷമൊക്കെ ആയി. പക്ഷേ വീഡിയോ എടുക്കുന്നത് ആദ്യമായിട്ടല്ലേ, അപ്പോൾ അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് ഉണ്ട് കേട്ടോ. അപ്പോൾ എന്തെങ്കിലുമൊക്കെ പ്രയാസങ്ങളുണ്ടെങ്കിൽ ക്ഷമിക്കണം. പിന്നെ ഞാൻ തക്കാളിയൊക്കെ ഇട്ടു. തക്കാളി ഇട്ട് അതും നല്ലപോലെ വാടി വരട്ടെ. അങ്ങനെ അതും കൂടി വാടി കഴിഞ്ഞിട്ട് നമുക്ക് ഇനി മസാലപ്പൊടികൾ ആഡ് ചെയ്യാനുണ്ട് കേട്ടോ. തക്കാളി നല്ലപോലെ വാടണം. എല്ലാ സാധനവും അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നമ്മൾ വഴറ്റി കൊടുക്കണം കേട്ടോ. അങ്ങനെ മല്ലിച്ചപ്പ്, പുതിന അതിട്ട് അതിന് ശേഷം ജീരകത്തിൻ്റെ പൊടി കേട്ടോ, വലിയ ജീരകത്തിൻ്റെ പൊടി ഇട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഞാൻ ഇറച്ചി ഞാൻ വേവിച്ചിട്ടാണ് കേട്ടോ ഇടുക. അപ്പോൾ അതിലിട്ടീനി. പിന്നെ മസാലപ്പൊടി ഇട്ടു. അതായത് ബിരിയാണി മസാല ഞാൻ വീട്ടിൽ തന്നെ പൊടിച്ചുണ്ടാക്കുന്നതാണ് കേട്ടോ. ആ ബിരിയാണി മസാലപ്പൊടി ഇട്ട് അതിക്ക് അതും ഇട്ടതിന് ശേഷം നല്ലപോലെ അതിൻ്റെ പച്ചമണം മാറാൻ വേണ്ടി നമ്മൾ വാട്ടുകയാണ് കേട്ടോ. തക്കാളിയും വാടിയിട്ടില്ല, അപ്പോൾ അതും കൂടിയും വാടി വരട്ടെ. ഇനി നമ്മൾ തൈര് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. തൈരും മല്ലിച്ചപ്പും പുതിനയും പിന്നെ ഞാൻ ആദ്യം തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. തൈര് ഒഴിച്ച് ആ തൈരും കൂട്ടി ഒന്ന് ഇളക്കി അതിന് ശേഷം നമുക്കിനി ബീഫ് ഞാൻ വേവിച്ചിട്ട് ആണ് കേട്ടോ ഇടുക. അല്ലെങ്കിൽ ചിലപ്പം വെന്ത് കിട്ടൂല. കുറച്ച് മൂപ്പുള്ള ബീഫാണെന്ന് പറഞ്ഞു ബീഫ് തന്നപ്പോൾ. അപ്പോൾ അത് ഞാൻ കുക്കറിലിട്ട് ആദ്യം തന്നെ വേവിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. 3/4 ഭാഗം വേവിക്കും. പിന്നെ ബാക്കി 1/4 ഭാഗമേ ദമ്മിൽ കിടന്ന് വേവേണ്ട ആവശ്യം ഉണ്ടാവുള്ളൂ. അങ്ങനെ അതും കൂടി കഴിഞ്ഞ് അതും ഏകദേശമൊക്കെ വാടി വന്നു. ഇനി നമ്മൾ ബീഫ് ഇടാൻ ആയി തുടങ്ങിട്ടോ. കുറച്ച് 6 kg നെയ്യ് ഒഴിച്ച് കൊടുക്കുക കേട്ടോ. ഓയിൽ മാത്രമല്ലേ ഒഴിച്ചിട്ടുള്ളൂ. അപ്പോൾ കുറച്ച് 6 kg നെയ്യ് ഒഴിച്ചിട്ട് ഞാൻ വേവിച്ച് വെച്ച ബീഫ് അതിലേക്ക് ഇടുകയാണ് കേട്ടോ. ഇത് 3.5 കിലോ ബീഫാണ് കേട്ടോ. 3.5 കിലോ ബീഫും 3.5 കിലോ അരിയാണ് ഇട്ടിടുന്നത്. 4 കിലോനല്ലേ, 3.5 കേട്ടോ. അങ്ങനെ ബീഫും കൂടി ഇട്ട് ബീഫിൽ ഞാൻ കുറച്ച് ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും മാത്രം ഇട്ട് വെള്ളമൊന്നും ഒഴിക്കാതെ വേവിച്ചെടുക്കണം കേട്ടോ. വെന്ത് വരുമ്പോൾ അതിൽ വെള്ളം ഉണ്ടാവും, അത് നമ്മൾ വറ്റിച്ചെടുക്കും കേട്ടോ. ഇനി നമ്മളത് ഒന്ന് തിളച്ച് വരട്ടെ കേട്ടോ. തിളച്ച് വന്നിട്ട് നമുക്കത് വാങ്ങി വെക്കാം. അത് വാങ്ങി വെച്ചു. ഇനി നമുക്ക് ചോറിനില്ല ചെമ്പ് അടുപ്പത്ത് വെക്കാം കേട്ടോ. അപ്പം ഞാൻ ഈ ഒഴിക്കണ ചെമ്പിൽ 3/4 ചെമ്പ് പിന്നെ അരിയാണ് കേട്ടോ ഉണ്ടായിരുന്നത്. അപ്പോൾ അതിൽ ഞാൻ 2 മുക്കാലായിട്ട് 1.5 ചെരുവം വെള്ളം ഒഴിച്ചു. പിന്നെ ഞാനേക്ക് ഓയിലൊഴിച്ചു. കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട് കേട്ടോ. അത് വീഡിയോയിൽ കണ്ടിട്ടില്ലേ. പിന്നെ ഓയിലൊഴിച്ചു, ഉപ്പിട്ടു. പിന്നെ ഞാൻ കുറച്ച് നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ചതച്ചതുണ്ടായിരുന്നല്ലോ, അതിന് ശേഷം അത് ഞാൻ ഇതിലിടും കേട്ടോ. ചോറ് വെക്കുമ്പോൾ ഞാൻ ഇടലുണ്ട്. അപ്പോൾ അതും ഇട്ട് വെള്ളം വെട്ടി തിളക്കുമ്പോൾ നമ്മൾ അരി കഴുകി ഊറ്റി വെച്ചതിലിടുക കേട്ടോ. അതിലെ കറുത്ത പാടുകൾ കാണുന്നത് ഞാൻ അരി ചാക്ക് കൊണ്ടുവരുന്നതാണ്. അപ്പോൾ ഞാൻ ഈ ചെള്ള് വരാതിരിക്കാൻ പിന്നെന്താ
ഗ്രാമ്പു ഇട്ട് വെക്കലുണ്ടോ. ഗ്രാമ്പു ഇട്ട് വെച്ചാൽ ചെള്ള് വരൂല. അത് ഞാൻ വേറെ ടിപ്സ് കണ്ടതാട്ടോ. അപ്പം ഞാൻ അങ്ങനെ ഇട്ട് വെക്കലുണ്ട്. അപ്പം അതും കൂടി അതിൽ അളന്ന് വരുമ്പോൾ എടുക്കുന്നതാണ്, ചെരിവെത്തുന്നതാണ് അതിൽ ആ കറുത്ത പാടുകൾ കണ്ടത് കേട്ടോ. അപ്പോൾ അരി ഇട്ടു, ഇളക്കുകയാണേ. അത് ഒരു 3/4 ഭാഗം വേവാവണത് വരെ നമ്മൾ വേവിക്കണം കേട്ടോ. ഉപ്പിട്ട് കൊടുക്കുകയാണേ. ഒന്നും കൂടി ഇളക്കി കൊടുത്ത് ഏകദേശം വറ്റി വരാനായിട്ടോ. ഇനി വറ്റി ഒരു കുറച്ചും കൂടി വെള്ളം വറ്റിയാൽ നമുക്കത് വാങ്ങി വെക്കാം. ഒന്നും കൂടിയും വെള്ളം വറ്റിയാൽ മതി. നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടില്ലേന് കേട്ടോ, ഓയിൽ മാത്രമേ ഒഴിച്ചു കൊടുത്തിട്ടുള്ളതിന്. ഞാൻ 6 kg നെയ്യ് കുറച്ചും കൂടി ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി നമ്മൾ ലാസ്റ്റും കുറച്ച് ഒഴിക്കും കേട്ടോ. ഞാൻ ഏകദേശം വറ്റി തുടങ്ങിയിട്ടുണ്ടേ. ഇപ്പോൾ കുറച്ച് ഉപ്പ് കമ്മി ഉണ്ടെന്ന് തോന്നിയപ്പോൾ കുറച്ചും കൂടി ഉപ്പിട്ട് കൊടുക്കുകയാണേ. പിന്നെ ഏകദേശമൊക്കെ വറ്റി ചോറ് നമുക്ക് വാങ്ങി വെക്കാനൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ അത് വാങ്ങി വെച്ചാൽ അവിടെ ഒരു 10 മിനിറ്റ് വെക്കുമ്പോൾ അതങ്ങനെ വറ്റും കേട്ടോ. ഇനി വല്ലാതൊന്നും കത്തിച്ച് അടുപ്പത്ത് വെക്കേണ്ട ആവശ്യമല്ലേ. ഏകദേശമൊക്കെ വറ്റി ഞാനത് വാങ്ങി വെക്കാനുള്ള പരിപാടിയാണ്. ചോറ് കുറച്ച് വെന്തോന്ന് നോക്കണം കേട്ടോ. ഒരു 80% വെന്താൽ നമ്മൾ അത് വാങ്ങി വെക്കുവേ. അങ്ങനെ നമ്മളത് വാങ്ങി പുറത്തേക്ക് വെച്ചിട്ട് മസാലൻ്റെ ചെമ്പ് അടുപ്പത്തേക്ക് തന്നെ വെക്കണം. അത് നിന്ന് ചൂടായി തിളക്കണം. അപ്പം നമ്മൾ ഇത് ചൂടായി, ഇത് ഒന്ന് ചൂടായി തിളച്ച് വരുമ്പോഴാണ് നമ്മൾ അതിൽ ചോറിടുക കേട്ടോ. അങ്ങനെ ചോറിടുമ്പോഴേ നമ്മളെ ചോർക്ക് ദമ്മ് കയറുള്ളൂ. നമ്മൾ തണുത്ത മസാലയ്ക്ക് ചോറിട്ടാൽ ദമ്മ് കയറാൻ കുറേ സമയം പിടിക്കും. നമുക്ക് അങ്ങനെ കത്തിക്കാനും പറ്റില്ല, ഇതിലധികം വെള്ളമല്ലല്ലോ. അപ്പോൾ അത് അടിയിൽ പിടിക്കും. അപ്പം നമ്മൾ ഏകദേശമൊക്കെ തിളച്ച് ചൂട് കയറിട്ടോ. ഇനി നമ്മൾ അതൊന്ന് ചൂട് കയറിയതിന് ശേഷം ആ ചോറ് ഇതിലിടാനുള്ള പരിപാടിയാണേ. അങ്ങനെ മേലത്തെ ചോറ് നമ്മൾ ഈ മസാലൻ്റെ നേരെ മുകളിലിട്ട് കൊടുക്കുക കേട്ടോ. മേലത്തെ ചോറ് വേഗ് കുറവുണ്ടാവും. അപ്പോൾ അത് നമ്മൾ ഏറ്റവും അടിയിലിടുമ്പോൾ നമ്മൾ ചോറ് പെട്ടെന്ന് അടിയത്തെ ചോറ് വേവും ചെയ്യും. മേലത്തെ ചോറ് മേലിടുമ്പോൾ അത് വേഗ് പാകമാവും ചെയ്യും കേട്ടോ. അങ്ങനെ ഈ മേലത്തെ ചോറൊക്കെ നമ്മൾ ഈ ചെമ്പൊക്കെ ഇട്ട് നിരത്തുകയാണ് കേട്ടോ. നമ്മൾ കുറച്ച് ചോറിട്ടതിന് ശേഷം നമ്മൾ ബിരിയാണിക്ക് മസാല പൊടിച്ച് വെക്കുമല്ലോ, ആ മസാല കുറച്ച് അതിൻ്റെ മേലെ വെതറി കൊടുക്കും. ഇനി അതിൻ്റെ ബാക്കിയുള്ള ചോറും കൂടി മേളിലിട്ടിട്ട് നമ്മൾ അത് ഫില്ലാക്കുക കേട്ടോ. ഫുള്ള് ഈ ചെമ്പിൽ 5 കിലോൻ്റെ ചെമ്പാണിത്. അപ്പോൾ ഇതിൽ പകുതിയൊക്കെ ചോറുണ്ടാവുള്ളൂ. ശരിക്ക് ഇതിലല്ല വെക്കേണ്ടത്, ഇതിലേറെ ചെറുത്. പിന്നെ നമ്മുടെ അടുത്തുള്ളത് കലാണ്. അപ്പോൾ ആ കലത്തിൽ ബിരിയാണി വെക്കുമ്പോൾ ഇത്ര ഒരു ഇതേപോലെ ആയി കിട്ടൂല. അതാണ് ഞാൻ ഈ ചെമ്പിൽ വെച്ചത് കേട്ടോ. ഇതിൽ 5 കിലോ വെക്കാൻ പറ്റുന്ന ചെമ്പാണ്. അങ്ങനെ ചോറൊക്കെ ചെമ്പിലിട്ട് നമ്മളിഞ്ഞ് ബാക്കിയുള്ള മുകളിൽ കുറച്ചും കൂടി മസാലപ്പൊടി വെതറും കേട്ടോ. അങ്ങനെ വെതറി കുറച്ചും കൂടി 6 kg നെയ്യൊക്കെ ഒഴിച്ച് കുറച്ച് ക്യാരറ്റും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ക്യാരറ്റ് ഞാൻ ചിലപ്പോഴൊക്കെ ചോറ് വെക്കുമ്പോൾ തന്നെ ഇടലാണ്. ഇപ്പം ഞാൻ മേളിലാട്ടോ ഇട്ടത്, മറന്നതിന്. ഇനി അത് മൂടി വെച്ച് നമ്മളിതിന് മേളിലൊരു കല്ലും വെച്ച് കുറച്ച് കണലും കോരി ഇടും കേട്ടോ. കണലും കോരി മേളിലിട്ട്, ഒന്നാമത് കണലിടുന്നത് ചോറ് മുഴുവൻ ചെമ്പ് നിറച്ചില്ലല്ലോ. അപ്പോൾ ചൂട് താഴേക്ക് ഇറങ്ങിക്കോട്ടെ കരുതിയിട്ട് കുറച്ച് കണലും മേളിലും ഇട്ട് ബാക്കി തീയൊക്കെ വലിച്ചിടും കേട്ടോ. ഇനി വെറും ആ കണലുമ്പോൾ മാത്രമാണ് 2 മണിക്കൂറൊക്കെ അവിടെ ഇടും. 12 മണിക്ക് കൊടുക്കേണ്ടതാണ്. ഞാനിപ്പോൾ ഇതൊരു 9 മണി ഒക്കെ ആകുമ്പോഴാട്ടോ ദമ്മിടുന്നത്. അങ്ങനെ അത് ദമ്മിട്ട് കഴിഞ്ഞ് നമ്മൾ 11:45 ആകുമ്പോൾ ചോറ് തുറന്ന് ഒന്ന് ഇളക്കി കൊടുക്കും കേട്ടോ. ഇളക്കി കൊടുത്തിട്ട് നമ്മൾ അതിലേക്ക് നമ്മൾ
അണ്ടിപ്പരിപ്പും മുന്തിരിയൊന്നും ഉള്ളിയും പൊരിച്ചതൊന്നും അതിലിട്ടിട്ടില്ല ഇനി. അപ്പോൾ അതൊക്കെ അപ്പിട്ടാൽ അതിൻ്റെ ആ വിയർപ്പിറങ്ങുമ്പോൾ ഇതിങ്ങോട്ട് തണുക്കും. അപ്പോൾ ഇപ്പോഴാകുമ്പോൾ കുഴപ്പമില്ല. അപ്പോൾ നമ്മൾ കൊടുക്കണ സമയമാകുമ്പോഴാട്ടോ ഇങ്ങനെ ഇതൊക്കെ ഇടുക. അതൊക്കെ ഇട്ട് നമ്മൾ അടച്ച് അത് ദം ചെയ്യുക കേട്ടോ. അത് നമ്മൾ ഷീറ്റ് കൊണ്ട് കവർ ചെയ്ത് കൊടുക്കുവേ. അപ്പോൾ നമുക്ക് ഇന്ന് ഇത്രേ ഉള്ളൂ കേട്ടോ. ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം.